ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ക്ലാസ് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഇതുപോലെ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ CPO ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എല്ലാം നമ്മൾ ഇതേപോലെ ഓരോ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പം ഓരോ വീഡിയോസും കണ്ടു നോക്കുക കേട്ടോ. ഈ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ആയാലും അതുപോലെ തന്നെ ഫയർമാൻ CPO സ്പെഷ്യൽ ടോപ്പിക് ആയാലും മോക്ക് ടെസ്റ്റ് രീതിയിലാണ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കും പഠിച്ചു തീർന്നതിന് ശേഷം ഇപ്പം മലയാളത്തിൻ്റെ ഓരോ സിലബസ് വന്നിട്ടുണ്ടല്ലോ മലയാളത്തിന് PSC. അപ്പോൾ ആ സിലബസ് കവർ ചെയ്തിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റാണ് കൂടുതലും നമ്മൾ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മലയാളത്തിൻ്റെ ആണെങ്കിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരം ഈ ചാനൽ കാണുന്നുള്ളവർക്ക് അതറിയാം. ഓക്കെ, അപ്പം അതൊക്കെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ആരാധകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമേത്? ആരാധകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമേത്? ഓപ്ഷൻ എ ആരാധക, ഓപ്ഷൻ ബി ആരാധകി, ഓപ്ഷൻ സി ആരാധിക, ഓപ്ഷൻ ഡി ആരാധികി. പ്രീവിയസ് ഇയർ ചോദ്യമാണ് ആരാധകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ആരാധികയാണ്. ആരാധകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ആരാധികയാണ്, ആരാധിക. ഓപ്ഷൻ സി ആണ് ആൻസർ, ആരാധിക. മാറിപ്പോയത് കേട്ടോ. ഓപ്ഷൻ എല്ലാം തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും നമ്മളെ ഡൗട്ട് അടിപ്പിക്കുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ആരാധിക. എഴുതിയെടുത്ത് തന്നെ പഠിച്ചോളണം. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ വാക്യം ഏത്? ഓപ്ഷൻ എ പിന്നീടൊരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. ഓപ്ഷൻ ബി വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് ഉച്ചരിക്കുന്നത് പോലെ എഴുതണം. ഓപ്ഷൻ സി ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ഓപ്ഷൻ ഡി അവരുടെ ജീവിതം ഇപ്പോഴും അന്ധകാര നിബിഡമാണ്. ഇതിൽ തെറ്റായ വാക്യം എന്ന് കണ്ടെത്തണം. ഒരെണ്ണമാണ് തെറ്റ്, ഏതെന്ന് കണ്ടെത്തണം. ഏതാണ്? ഇപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി. കാരണം ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ഈ എണ്ണമറ്റ അതുപോലെ അസംഖ്യം ഇത് രണ്ടും കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അല്ലേ? ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ഐതിഹ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്, അങ്ങനെ മതി. രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട. അതാണ് ഓപ്ഷൻ സി തെറ്റാകാൻ കാരണം. അതുപോലെ ഇതിൽ ഓപ്ഷൻ ബി എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. കാരണം വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് ഉച്ചരിക്കുന്നത് പോലെ എഴുതണം. അതിൽ ഈ അതാതു എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? തെറ്റല്ലേ? നമ്മൾ അതാത് എന്നല്ലല്ലോ പറയണത്, അതത്. പദശുദ്ധിയിൽ അതത് എന്നല്ലേ പറയണത്, അതാത് എന്ന് പറയത്തില്ല. വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതത് പ്രദേശത്ത് ഉച്ചരിക്കുന്നത് പോലെ എഴുതണം. അതത് എന്നതാണ് കറക്റ്റ്, അതാത് എന്നത് തെറ്റാണ്. ഇപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാവാനാണ് സാധ്യത കേട്ടോ. ഓപ്ഷൻ ബിയും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളണം. ഓപ്ഷൻ സി എന്തായാലും തെറ്റാണ്, ഓപ്ഷൻ ബിയും തെറ്റാവാനാണ് സാധ്യത. അതാത് എന്ന് നമ്മൾ പറയത്തില്ല, അതത് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും തെറ്റാവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ബാക്കി 2 ഓപ്ഷന് കറക്റ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. അതാത് എന്നല്ല, അതത് എന്നാണ്. അടുത്ത ചോദ്യം, സന്നിവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? സന്നിവം എന്ന പദത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ തുല്യം, ഓപ്ഷൻ ബി ചേർച്ച, ഓപ്ഷൻ സി സമ്പത്ത്, ഓപ്ഷൻ ഡി സുഖം. സന്നിവം എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യം, ചേർച്ച, സമ്പത്ത്, സുഖം. ഏതാണ്? തുല്യമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, തുല്യമാണ്. സന്നിഫം എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യം. സന്നിഫം, തുല്യം. അടുത്ത ചോദ്യം,
ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം. ഓപ്ഷൻ എ സാമാന്യനാമം, ഓപ്ഷൻ ബി സർവനാമം, ഓപ്ഷൻ സി മേയനാമം, ഓപ്ഷൻ ഡി സംജ്ഞാനാമം. ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം. ഏതാണ്? മേയനാമമാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. മേയനാമം. ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ആണ് മേയനാമം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മേഘം, മഴ, ആകാശം, അതുപോലെ ഇരുട്ട്, വെയിൽ തുടങ്ങിയവയൊക്കെ ഈ മേയനാമത്തിന് ഉദാഹരണമാണ് കേട്ടോ. ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് മേയനാമം. അതിന് ഉദാഹരണമാണ് മേഘം, മഴ, ആകാശം, ഇരുട്ട്, വെയിൽ തുടങ്ങിയവയൊക്കെ. ഇനി ബാക്കി കൂടി നമുക്കൊന്ന് നോക്കാം. ഈ സാമാന്യനാമം എന്ന് വെച്ചാൽ എന്താണ്? സാമാന്യനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ് സാമാന്യനാമം. ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമം. അതായത് ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ അല്ലേ, ഒരു വർഗത്തിൻ്റെ പൊതുവായി പറയണതല്ലേ മനുഷ്യൻ. അതുപോലെ വൃക്ഷം, പക്ഷി, നദി, മൃഗം തുടങ്ങിയവയൊക്കെ ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ്. അപ്പോൾ അതിനെ സാമാന്യനാമം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കിയേ, സർവനാമം. സർവനാമം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങളാണ് സർവനാമം അല്ലേ. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, അവൾ, അതൊക്കെ നമ്മൾ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്നതല്ലേ. അത്, എല്ലാം എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങളാണ്. അതിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഇനി മേനാമം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓപ്ഷൻ ഡി സംജ്ഞാനാമം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം കേട്ടോ. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമം. അതിനെ ഏകനാമം എന്നും വിളിക്കും കേട്ടോ, ഏകനാമം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ, അല്ലെങ്കിൽ പുസ്തകം, അല്ലെങ്കിൽ തിരുവനന്തപുരം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമങ്ങളല്ലേ. അപ്പോൾ അതിനെയാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 4 നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, മേയനാമം. ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് മേയനാമം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സകർമ്മക രൂപം ഏത്? സകർമ്മക രൂപം. ഓപ്ഷൻ എ അരുൺ ഉറങ്ങുന്നു, ഓപ്ഷൻ ബി നക്ഷത്രം തിളങ്ങുന്നു, ഓപ്ഷൻ സി അമ്മ കുട്ടിയെ എടുക്കുന്നു, ഓപ്ഷൻ ഡി നായ ഓടുന്നു. അപ്പോൾ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സകർമ്മക രൂപം എന്താണെന്ന് അറിയില്ലെങ്കിൽ തന്നെ ആൻസർ എഴുതാൻ സാധിക്കും. ഓഡ് ഓൺ ഔട്ടായിട്ട് ആൻസറിലേക്ക് എത്തിക്കൂടെ? ഈ 4 ഓപ്ഷൻ വായിക്കുമ്പോൾ ഒരു ഓപ്ഷൻ പ്രത്യേകം ഓഡ് ഓൺ ഔട്ടായിട്ടല്ലേ നിൽക്കുന്നത്. ഏതാണത്? ഓപ്ഷൻ സി അല്ലേ, അമ്മ കുട്ടിയെ എടുക്കുന്നു. അതല്ലേ ഇതിൽ നിന്ന് ഒരു വേറിട്ട രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, അമ്മ കുട്ടിയെ എടുക്കുന്നു. അപ്പോൾ സകർമ്മക രൂപം എന്താണെന്ന് ഞാൻ ഒന്ന് പറയാം. കർമ്മം ഉള്ള ക്രിയനെയാണ് ഈ സകർമ്മക രൂപം എന്ന് പറയുന്നത്. അതായത് ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള ക്രിയകളാണ്. ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള ക്രിയകളാണ് ഈ സകർമ്മക ക്രിയ എന്ന് പറയുന്നത്, സകർമ്മക രൂപം എന്ന് പറയുന്നത്. ഇപ്പോൾ കർമ്മം ഉള്ള ക്രിയ കേട്ടോ. ഇപ്പം ഇവിടെ നോക്കിയേ, അമ്മ കുട്ടിയെ എടുക്കുന്നു. ആരെ, എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം ഉണ്ടല്ലോ, കുട്ടിയല്ലേ. അമ്മ ആരെ എടുക്കുന്നു അല്ലേ, കുട്ടിയെ എടുക്കുന്നു. എന്തിനെ, അപ്പോൾ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സകർമ്മക രൂപമാണ്. സകർമ്മക രൂപത്തിന് ഉദാഹരണമാണ്. കർമ്മം ഉള്ള ക്രിയയാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ, അരുൺ ഉറങ്ങുന്നു, നക്ഷത്രം തിളങ്ങുന്നു, നായ ഓടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സകർമ്മക രൂപം അല്ല. ഓപ്ഷൻ സി അമ്മ കുട്ടിയെ എടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ കർമ്മം ഉള്ള ക്രിയയാണ് അല്ലേ. അത് ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സകർമ്മക രൂപമാണ്. അടുത്ത ചോദ്യം, ഉപേക്ഷിക്കത്തക്കത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്?
ഓപ്ഷൻ എ വിവക്ഷിതം, ഓപ്ഷൻ ബി സർവം സഹ, ഓപ്ഷൻ സി ആവാദചൂടം, ഓപ്ഷൻ ഡി ഗർണനീയം. ഉപേക്ഷിക്കത്തക്കത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗർണനീയം. ഇപ്പം ഗർണനീയം എന്നതിൻ്റെ അർത്ഥം ഉപേക്ഷിക്കത്തക്കത് കേട്ടോ, ഉപേക്ഷിക്കത്തക്കത്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, വിവക്ഷിതം. വിവക്ഷിതം എന്ന് വെച്ചാൽ എന്താണ്? പറയാൻ ആഗ്രഹിച്ചത് കേട്ടോ, പറയാൻ ആഗ്രഹിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വിവക്ഷിതം, പറയാൻ ആഗ്രഹിച്ചത്. അതുപോലെ ഓപ്ഷൻ ബി സർവം സഹ, സർവവും സഹിക്കുന്നവൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് സർവം സഹ, സർവവും സഹിക്കുന്നവൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് സർവം സഹ. അതുപോലെ ആപാദചൂടം, ആ വായല്ല കേട്ടോ, പായാണ്, ആപാദചൂടമാണ്, ആപാദചൂടം. ആപാദചൂടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാദം മുതൽ ശിരസ് വരെ, പാദം മുതൽ ശിരസ് വരെ. അപ്പോൾ ഒന്നുകൂടി പറയാം, വിവക്ഷിതം പറയാൻ ആഗ്രഹിച്ചത്, സർവം സഹ സർവവും സഹിക്കുന്നവൾ, ആപാദചൂടം വായല്ല കേട്ടോ, വായല്ല പായാണ്, ആപാദചൂടം പാദം മുതൽ ശിരസ് വരെ, അതുപോലെ ഗർണനീയം ഉപേക്ഷിക്കത്തക്കത് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഒറ്റപ്പദങ്ങൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി പോവുക. ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന ഒറ്റപ്പദങ്ങൾ, ഓരോ ക്ലാസ്സിലും 4 ഒറ്റപ്പദങ്ങൾ വീതം പഠിക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ 4 ഇങ്ങനെ എഴുതിയെടുത്ത് കൂടുതൽ കളക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, കൂടുതൽ ഒരുപാട് കളക്ട് ചെയ്ത് പഠിക്കുക. മലയാളത്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കളക്ട് ചെയ്ത് പഠിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. ബാലിശം. ബാലിശം എന്നതിൻ്റെ വിപരീതം ഏതാണ്? പ്രൗഢമാണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രൗഢം. ബാലിശം എന്നതിൻ്റെ വിപരീത പദം പ്രൗഢമാണ്, ബാലിശം, പ്രൗഢം. അടുത്തത്, മേനാമത്തിന് ഉദാഹരണം ഏത്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ ഒരു ക്വസ്റ്റ്യനിൽ, മേനാമം എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ. മേനാമത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് സാവിത്രി, അവ, പശു, നിലാവ്. അപ്പോൾ എന്താണ് മേനാമം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ജാതി വ്യക്തിഭേദങ്ങളില്ലാത്ത വസ്തുക്കളുടെ നാമമാണ് മേനാമം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻസൊക്കെ നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ്. ഏതൊക്കെ? മഴ, മേഘം, ആകാശം, ഇരുട്ട്, വെയിൽ. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, നിലാവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജാതി വ്യക്തിഭേദങ്ങളില്ലാത്ത വസ്തുക്കളുടെ നാമമാണ് മേനാമം. അപ്പോൾ അതിന് ഉദാഹരണം നിലാവാണ്. നിലാവ്, മേഘം, മഴ, ആകാശം, ഇരുട്ട്, വെയിൽ ഇതൊക്കെ മേനാമത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ നാമം, മേനാമം, സാമാന്യനാമം അതൊക്കെ എന്താണെന്ന് പഠിച്ചിരിക്കുക കേട്ടോ. സന്ധി, അതുപോലെ നാമങ്ങൾ, വിവിധ തരം നാമങ്ങൾ, വിഭക്തി പ്രത്യയങ്ങളൊക്കെ ചേർത്തിട്ട് ഉള്ളത്, നിർദ്ദേശിക വിഭക്തി, അതുപോലെ സംബന്ധിക വിഭക്തി തുടങ്ങിയവ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ക്ലാസ് പഠിച്ചതിന് ശേഷമൊക്കെ കാണുക കേട്ടോ. കാരണം അതാരും കൂടുതൽ നോക്കത്തില്ല, എക്സാമിന് ചോദിക്കത്തില്ല എന്ന് വിചാരിച്ച് നോക്കത്തില്ല. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് മലയാളത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കണ്ടുവെക്കുക. വീഡിയോസ് പ്രയോജനം ചെയ്യുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.